നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വായനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. പേഴ്സണൽ റീഡിംഗ് താല്പര്യം ഉള്ള ആളുകൾക്ക്, പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ എനിക്ക് സന്ദേശം അയക്കാവുന്നതാണ്. അതിന് പിന്നാലെ മറ്റുള്ള വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, തമ്പനെയിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങളുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങളെ കൂടുതലുമായി ആകർഷിക്കുന്ന ചിത്രം ഏതാണോ ആ ഒരു ചിത്രം വളരെ സന്തോഷത്തോടു കൂടി തിരഞ്ഞെടുക്കുക. ഇന്നത്തെ വായന എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വായനയാണ്. ദയവായി നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം, അതായത് മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യത്തെ ചിത്രവും റൈറ്റ് സൈഡിലുള്ളത് രണ്ടാമത്തെ ചിത്രവും തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ റീഡിങ്ങിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഊർജത്തോടു കൂടി നിങ്ങളിരിക്കുക. നമ്മൾക്ക് വായനയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നമ്മൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത് വളരെയധികം പോസിറ്റീവ് നിറഞ്ഞ കാർഡ്സാണ്. ഈ ഒരു വായന കേട്ട് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും നിങ്ങൾ ഇത് പോസിറ്റീവായിട്ട് സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകം എടുത്തു പറയാനാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടാണ് കാർഡ്സിലൂടെ വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ വ്യക്തി പലതരത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. പല മോശപ്പെട്ട വ്യക്തികളെയും വിശ്വസിച്ച് ഈ വ്യക്തി ചതിക്കുഴികളിൽ വീണു പോയിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ തന്നെ വിള്ളലുകൾ സംഭവിക്കാനുള്ള ഏക കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഈ മൂന്നാമത് വ്യക്തി, അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതെന്ത് കാരണങ്ങളും ആകാം. സാമ്പത്തികം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, വിശ്വാസവഞ്ചന, അത്യാർത്തി, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷെ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി, ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു. നിങ്ങളുടെ വ്യക്തി പലതരത്തിലുള്ള മണ്ടത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. മണ്ടത്തരം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഈ വ്യക്തി ഒരു തരത്തിലും നിങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ നൽകിയിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും അത് മുഴുവനുമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നുപോയി. പക്ഷേ ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ അവസ്ഥ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഈ ഒരു മോശപ്പെട്ട സാഹചര്യം ഒന്ന് തീർന്നു കിട്ടണം, അവസാനിച്ച് കിട്ടണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഈ വ്യക്തി സ്വകാര്യമാക്കി വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ വില നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അമിതമായ ഭയമാണ്
ഈ വ്യക്തിയെ നിശബ്ദനാക്കുന്നത് അല്ലെങ്കിൽ നിശബ്ദയാക്കുന്നത്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിശ്വാസവഞ്ചന തന്നിട്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ മതിയായിരിക്കുന്നു. എല്ലാവിധ ക്ഷമയുടെ നെല്ലിപ്പലകയും അവസാനിച്ചു. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ മടുത്തിരിക്കുന്നു. അവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയ ജീവിതമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ സാധിക്കും? തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹിക്കാനാവാത്ത വിധത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമോ? അനുഭവം ഉണ്ടാകുമോ? നിങ്ങൾ എന്തെങ്കിലും ഈ വ്യക്തിയെ ചീത്ത പറയുകയോ മറ്റുള്ള തരത്തിൽ അധിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്ത് ചെയ്യും എന്നുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള വ്യാകുലതകളാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ മറന്നോ? ഈ വ്യക്തിയെ വേണ്ടാന്ന് വെച്ചോ? ഈ വ്യക്തിയുടെ പ്രണയം ഇനി വേണ്ടേ? ഈ വ്യക്തിയെ മടുത്തോ? ഇത്തരത്തിലുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ചിന്തകളെല്ലാം തന്നെ ഈ വ്യക്തി രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ അടുത്ത സുഹൃത്തുക്കളോട് പോലും ഇത് പങ്കുവെച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് സീക്രട്ട് ഫീലിങ്സ് നോക്കിയപ്പോൾ ഇത്തരം കാർഡ്സ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഈ വ്യക്തിയുടെ പ്രാർത്ഥന. ഇവിടെ പലതരത്തിലുള്ള സെലിബ്രേഷൻസിലൂടെ ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആയിട്ട് പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ ഈ വ്യക്തി പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ തേർഡ് പാർട്ടിയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള സ്നേഹമോ അടുപ്പമോ മാനസിക ബന്ധമോ ഒന്നും തന്നെ തേർഡ് പാർട്ടിയോടില്ല. മുഴുവനുമായി മടുത്തിരിക്കുന്നു. തേർഡ് പാർട്ടിയോട് എത്രത്തോളം മടുപ്പ് തോന്നിക്കുന്നുവോ അത്രത്തോളം സ്നേഹമാണ് നിങ്ങളോട് ഈ വ്യക്തിക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പല അനുഭവത്തിലൂടെ, പല ജീവിത സാഹചര്യത്തിലൂടെ, പല രീതികളിലൂടെ, പല ആളുകളിലൂടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊന്നും നിങ്ങളോട് തുറന്നു പറയുന്നില്ല. നിങ്ങളോട് മാത്രമല്ല, ഒരാളോടും ഈ വ്യക്തി തുറന്നു പറയുന്നില്ല. കാരണം ഈ വ്യക്തിക്കറിയാം ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരവാദി ഈ വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളാണല്ലോ, അപ്പോൾ ഞാനായിട്ട് തന്നെ ഇത് തീർക്കണം. വേറെ ആരോടും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നിങ്ങളോട് പോലും സംസാരിച്ചിട്ട് ഇനി കാര്യമില്ല. കാരണം ഇനി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. മുന്നോട്ട് പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് നിങ്ങളെ തിരിച്ചെടുക്കണം എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിലോ രൂപത്തിലോ ഭാവത്തിലോ അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രവർത്തികളിലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സ് നിറയും നിങ്ങൾ തന്നെയാണ്. ഹൃദയം നിറയും നിങ്ങൾ തന്നെയാണ്. ഈ വ്യക്തിക്ക് പല തരത്തിലുള്ള ഓഫറുകൾ വരുന്നുണ്ട്. പ്രണയാഭ്യർത്ഥനകളായിരിക്കാം, അല്ലെങ്കിൽ കല്യാണാലോചനകളായിരിക്കാം. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ ഈ വ്യക്തി സ്തംഭിച്ച് നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അതുപോലെ നമുക്കൊരു സെലിബ്രേഷന്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വിവാഹ സെലിബ്രേഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇത് നിങ്ങളുമായിട്ട് ആഘോഷിക്കണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഓരോ നിമിഷത്തിലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം മാറണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു.
ഇതാണ് ഈ വ്യക്തി പ്രധാനമായും നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പരസ്യമാക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാത്തിനും ഉത്തരവാദി ഈ വ്യക്തി തന്നെയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട്. ഇത്രയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഈ വായന തുടങ്ങുന്നതിന് മുൻപായിട്ട് ഏറ്റവും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. നന്ദി, നമസ്കാരം. പുതിയൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം സുഹൃത്തുക്കളെ. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി രഹസ്യമായി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ അടിയുറച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഇവിടെ നിങ്ങൾ തമ്മിൽ ശരിക്കുമുള്ള ഒരു തക്കതായ ഒരു കാരണമുണ്ട്. നിങ്ങൾ തമ്മിൽ അകലാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ നമുക്ക് ഒരു തടസ്സമായിട്ട് ഒരു കാര്യം നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി വലിയ പ്രശ്നമൊന്നുമില്ല, അത് നമ്മൾക്ക് സോൾവ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടാകാം. പക്ഷെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു രഹസ്യമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ്, ആ ഒരു വികാരത്തിൽ നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ റിലീജിയൻ പരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് നിങ്ങൾ തമ്മിൽ മതപരമായിട്ട് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നു. നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് ഹിന്ദുക്കളാണെങ്കിൽ പോലും രണ്ട് കാറ്റഗറിയിൽ കിടക്കുന്ന രണ്ട് കമിതാക്കൾ, അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം ആ ഒരു രീതിയായിരിക്കാം. മിശ്രിത പ്രണയം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങൾ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കാണെങ്കിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിലും ഒരുപാട് തരത്തിലുള്ള കുത്തുവാക്കുകൾ പല തരത്തിലും നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും. അത് വളരെ സത്യസന്ധമായ രീതിയിൽ പറയാനാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ ഒരു പ്രണയബന്ധം വേണ്ടായിരുന്നു എന്നൊക്കെ ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളോടുള്ള രഹസ്യമായിട്ടുള്ള ഫീലിങ്സ് ആണ്. അത് ഈ വ്യക്തി മനസ്സിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ കടന്നുവരവുകൾ കാരണം ഈ വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ടും പറഞ്ഞു നിൽക്കാനായിട്ടും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ വ്യക്തി പലതരത്തിലും വലഞ്ഞു പോകുന്നുണ്ട്, ക്ഷീണിതയായി പോകുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഊർജം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നീ വിഷമിക്കേണ്ട, എല്ലാം നാളെ ശരിയാകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും, അത്തരത്തിലുള്ള സമാധാനത്തിന്റെ രീതിയിൽ സംസാരിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ വ്യക്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളോട് ധാരാളം പ്രണയമുണ്ട്. ഈ വ്യക്തിക്ക് ഒരിക്കലും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മായ്ച്ചു കളയാനാകില്ല, നിയന്ത്രിക്കാനാകില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുഃഖമുള്ളൊരു കാര്യമാണ്. ഈ വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമാണ് നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അകറ്റുക എന്ന് പറയുന്നത്. കാരണം ഈ വ്യക്തി അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അതുപോലെ മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു പ്രണയം കൂടിയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും, അത് ഒരു കാര്യം കൊണ്ടായാലും നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അകറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് 3 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഹൃദയം കീറി മുറിച്ച ഒരവസ്ഥ, അതാണ് നമ്മൾക്ക് ഈ കാർഡിൽ നിന്നും വ്യക്തമാകുന്നത്. ഹൃദയം കീറി മുറിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്.
അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ റിലീജിയൻ പരമായിട്ടുള്ള ആചാരങ്ങൾ വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ കുത്തുവാക്കുകളായിരിക്കണം, സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെയും ഈ വ്യക്തിക്ക് അനുഭവിക്കാവുന്നതിലപ്പുറം ഈ വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ രണ്ടുപേരും വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള എതിരായിട്ടുള്ള പ്രാർത്ഥനകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അച്ഛനും അമ്മയുമായിരിക്കാം എതിരായിട്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അച്ഛനും അമ്മയും ആയിരിക്കാം. എന്തോ ഒരു എതിരായിട്ടുള്ള പ്രാർത്ഥനകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കിട്ടുന്നത് ഒരു തടസ്സപ്പെടുത്തുന്ന ഒരു എനർജികൾ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം തരണം ചെയ്യാനായിട്ട് ഈ വ്യക്തി പഠിച്ചിരിക്കുന്നു. നമ്മൾക്ക് ഫൂൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. പുതിയ ഒരു ജീവിതം, എന്തൊക്കെ സംഭവിച്ചാലും ഉയർത്തെഴുന്നേക്കണം എന്നുള്ള മനസ്സ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റേ തീരൂ, ഉയർത്തെഴുന്നേറ്റ് നിങ്ങളെ സ്വന്തമാക്കിയേ തീരൂ എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. കാരണം നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഈ 2 ഓഫ് കപ്സിൽ നിന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നത് സ്നേഹത്തിൻ്റെ പാനപാത്രത്തെ തന്നെയാണ്. ആ ഒരു പാനപാത്രം വെച്ച് നീട്ടാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനൊരു മടിയും ഈ വ്യക്തി കാണിക്കുന്നില്ല. അതിതീവ്രമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാനിഫെസ്റ്റേഷനും ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വ്യക്തിയുടെ രഹസ്യമായ ഫീലിങ്സ്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇതെല്ലാം തരണം ചെയ്ത്, നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് അവസാനം ലഭിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ കാർഡാണ്. എന്തൊക്കെ വന്നാലും, എത്ര യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നാലും തൻ്റെ രാജ്ഞിയെ അല്ലെങ്കിൽ തൻ്റെ പ്രിയ പത്നിയെ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു നല്ലൊരു വ്യക്തി, അല്ലെങ്കിൽ വളരെ ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയുടെ ഊർജ്ജമാണ് നമ്മൾക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ദ വേർഡ് ഓഫ് യൂണിവേഴ്സ്. ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ വായന. നിങ്ങൾക്ക് ഈ ഒരു വായന ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തരിക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.